തീരദേശപാത പൂർത്തിയാകുമ്പോൾ ജീവിതം വഴിമുട്ടുന്നു വാടാനപ്പള്ളിയിലെ 80ഓളം കുടുംബങ്ങൾക്ക്. സർവീസ് റോഡ് ഇല്ലാത്തതുമൂലം കുടിവെള്ളം പോലും പ്രദേശത്തേക്ക് എത്തില്ലെന്നാണ് അവിടെ താമസിക്കുന്നവർ പറയുന്നത്. വാടാനപ്പള്ളി പഞ്ചായത്തിന്റെ നിസ്സഹകരണമാണ് സർവീസ് റോഡിന് തടസ്സമെന്നും അവർ പറയുന്നു. ദേശീയപാതയിൽ പ്രദേശവാസികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു കഴിഞ്ഞു. ജെയ്സൺ ചാമുളപ്പിലിന്റെ റിപ്പോർട്ട്. തീരദേശപാത പൂർത്തിയാകുന്നതോടുകൂടി വലിയ സൗകര്യങ്ങളോടുകൂടിയുള്ള റോഡ് വരും. പക്ഷേ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് വാടാനപ്പള്ളിയിലെ 80ഓളം കുടുംബങ്ങളാണ്. അവർക്ക് പോകാനുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. അവർ ഇതിനകം തന്നെ സമരം ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ ധനീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ യഥാർത്ഥ പ്രശ്നം അവിടെ? ഇവിടുത്തെ ജനങ്ങളെ ഒറ്റപ്പെടാൻ പോകുന്നത് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും. ഏകദേശം 80ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. നമുക്കറിയാൻ പറ്റൊരു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ റോഡ് കടന്നു പോകുന്ന പഞ്ചായത്തുകൾക്ക് DPR കൊടുക്കും. ഈ DPR പരിശോധിച്ചിട്ട് ആ DPRൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ ബന്ധപ്പെട്ട അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും ഇവർ വന്ന് ഇവിടെ പോകുന്നുണ്ട്, ചെയ്യാമെന്ന് പറയാൻ ഇവിടെ ജനങ്ങളുമായി ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ദേശീയപാത അതോറിറ്റികൾ എന്താ പറയുന്നത്? ദേശീയപാത അതോറിറ്റിയിലെ ആളുകൾ പറയുന്നത് ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മൾ പരിശോധിക്കുമ്പോഴും നോക്കുമ്പോഴും ഒരു സർവീസ് റോഡിനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പൊ MP എന്താ പറയുക? കേന്ദ്രമന്ത്രി കൂടിയല്ലേ? അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഏകദേശം ഒരു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ MP ആയി വരാണെന്നുണ്ടെങ്കിൽ നിയമാനുസൃതം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ എൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ചെയ്തുതരാം, അല്ലെങ്കിൽ മുകളിലുള്ള കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിഷയം ഉണ്ടായി സമരമായപ്പോൾ നമ്മുടെ MP-നെ ഈ വിഷയം നമ്മൾ MP-ക്ക് ഷെയർ ചെയ്തപ്പോൾ MP അത് കണ്ടു. വിളിച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ 11 മണി നേരത്തെ അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഫണ്ട് MP ചെയ്തുതരാം, നിങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ എൻ്റെ ലെറ്ററിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത് പിറ്റേ ദിവസം ഒരു അടിയന്തര യോഗം ഉണ്ടായിരുന്നു. ആ അടിയന്തര യോഗത്തിൽ ഉൾപ്പെടുത്തുന്നു പറഞ്ഞു. 20-ാം തീയതി അടിയന്തര യോഗം വന്ന സമയത്ത് ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് NH-നായിട്ട് വീണ്ടും സംസാരിക്കണം. എന്നിട്ട് MLA നമുക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ MLA ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം, അതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ടും അത് പഞ്ചായത്തിന്റെ ഇതുമൂലം നടക്കുന്നില്ല എന്നാണോ? നടക്കുന്നില്ല. പഞ്ചായത്ത് അനുമതി തരാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞതാ. അത് തീരുമാനമായി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ വർഷത്തെ മാർച്ച് മാസം നടന്നത് ആ വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തുതരാൻ അദ്ദേഹം ഉറപ്പ് തന്നതാ. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ മുകളിലുള്ള കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലെറ്ററും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടത്തെ പ്രാദേശിക ഭരണകൂടം നിലയ്ക്ക് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ പരിഹരിക്കാവുന്ന വിഷയമുള്ളത്. വേണമെങ്കിൽ ഈ പറയുന്ന 5 മീറ്റർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. 5 മീറ്റർ റോഡ് എന്ന് പറയുന്നത് പഞ്ചായത്തിനും MLA-ക്ക് ചെയ്യാവുന്നതാണ്. ഇവരാരും തന്നെ ഈ പ്രദേശത്തെ ആൾക്കാരോട് ഇതുവരെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ചെറിയ ഇടപെടൽ ഉണ്ടായാൽ തന്നെ 80 കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാവുന്ന നടപടിയിലേക്ക് അടക്കം. പക്ഷേ ഒരു സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ സമരമായ രംഗത്തെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശൂർ.